ഹായ് എല്ലാവർക്കും നമസ്കാരം. റിയൽ ആക്മി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിങ്ങൾക്കായിട്ട് എടുക്കുന്ന ക്ലാസ് NIOS സീനിയർ സെക്കൻഡറിയിലെ ഹിസ്റ്ററി സബ്ജക്റ്റാണ് നിങ്ങൾക്കായിട്ട് അധ്യാപിക ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ക്ലാസ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. എല്ലാ ചാപ്റ്റേഴ്സിലും നമ്മൾ ചാപ്റ്റർ 1, 2, 3 തൊട്ട് അങ്ങനെ പോകുന്നുണ്ടാവും. ഓരോ വീഡിയോസ് ഓരോ ചാപ്റ്റർ ആയിരിക്കും. ആ ചാപ്റ്ററിൻ്റെ 5 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്കായിട്ട് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഡീറ്റെയിൽ ആയിട്ട് ടീച്ചറിൻ്റെ ക്ലാസ് വളരെ അറ്റൻറ്റീവായിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിനകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. എന്തായാലും നെക്സ്റ്റ് ടീച്ചറിൻ്റെ ക്ലാസ്സിലോട്ട് ഞാൻ ടീച്ചറിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നു. എല്ലാവരും ആക്റ്റീവായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. താങ്ക് യു. ഹായ് സ്റ്റുഡൻറ്റ്, നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് നമ്മുടെ വീഡിയോ ക്ലാസ്സിൽ അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പാഠഭാഗത്തിലെ 5 ക്വസ്റ്റ്യനാണ്. നമ്മുടെ ക്ലാസ്സിലേക്ക് കടന്നാലോ? എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി. നാം ഇന്ന് നോക്കുന്നത് 5 ക്വസ്റ്റ്യനിൽ ഉപനിഷത്ത്, ജാതകാസ്, പുരാവസ്തുശാസ്ത്രം, നമ്മുടെ കാർബൺ 14, അതുപോലെ തന്നെ സംഘസാഹിത്യം, ഇങ്ങനെ 5 ക്വസ്റ്റ്യനാണ് നാം ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓരോന്നായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഉപനിഷത്ത്. എന്താണ് ഉപനിഷത്ത്? ഓക്കെ, ഹിന്ദു മതത്തിലെ മതഗ്രന്ഥത്തിൻ്റെ ഒരു ആശയ സംഹിതയാണ് ഉപനിഷത്ത്. എന്താണ്? ഹിന്ദു മതത്തിലെ മതഗ്രന്ഥത്തിൻ്റെ ഒരു ഭാഗമാണ് ഉപനിഷത്ത്. ഉപനിഷത്തിൽ 2 ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ ആത്മാവിനെയും അനദർ വൺ നമ്മുടെ പരമാത്മാവിനെയും കുറിച്ചാണ്. ഒന്നാമത്തത് ആത്മാവിനെയും രണ്ടാമത്തത് പരമാത്മാവിനെയും പറ്റിയുള്ള ഒരു സംഹിതയാണ്. ആത്മാവ് എന്തിനായിരിക്കും സൂചിപ്പിക്കുന്നത്? നിങ്ങൾ ഓരോന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താണ്? ആത്മാവെന്ന് പറയുന്നത് മനുഷ്യാത്മാവിനെയാണ്. ആത്മാവ് മനുഷ്യാത്മാവിനെ സൂചിപ്പിക്കുന്നു. പരമാത്മാവ് കേവലമായതിനെ സൂചിപ്പിക്കുന്നു. ആത്മാവ് മനുഷ്യാത്മാവിനെ സൂചിപ്പിക്കുന്നു, പരമാത്മാവ് കേവലമായതിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം, എന്താണ് ഉപനിഷത്ത്? എന്താണ് ഉപനിഷത്ത്? ഹിന്ദു മതത്തിലെ ഒരു മതഗ്രന്ഥത്തിൻ്റെ ആശയ സംഹിതയാണ് ഉപനിഷത്ത്. ഉപനിഷത്തിൽ 2 വിഭാഗങ്ങളുണ്ട്. ആത്മാവിനെയും പരമാത്മാവിനെയും സൂചിപ്പിക്കുന്നു. ആത്മാവ് മനുഷ്യാത്മാവിനെ സൂചിപ്പിക്കുന്നു, പരമാത്മാവ് കേവലമായതിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ജാതകാസ്. എന്താണ് ജാതകാസ്? എന്താണ് ജാതകാസ്? ബുദ്ധകലയുടെയും അതിൻ്റെ ആശയ സംഹിതയുടെയും ഒരു ഭാഗമാണ് ജാതകാസ്. ബുദ്ധമതം നാം കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ ഒത്തിരി പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് ബുദ്ധമതം? ആരാണ് ബുദ്ധമതത്തിൻ്റെ ഫൗണ്ടർ? അതെ, നിങ്ങൾ പറഞ്ഞ വ്യക്തിയാണ്. ആരാണ്? ഗൗതമ ബുദ്ധൻ. ഗൗതമ ബുദ്ധൻ്റെ ഒരു ആശയ സംഹിതയാണ് എന്തെന്ന് പറയുന്നത്? ജാതകാസ്. നമ്മുടെ ബുദ്ധമതത്തിലെ ഫൗണ്ടറായ ഗൗതമ ബുദ്ധൻ്റെ ലൈഫ് സ്റ്റോറികളെ കുറിച്ചാണ് നമ്മുടെ ജാതകാസിൽ പരാമർശിച്ചിട്ടുള്ളത്. ബുദ്ധമതത്തിലെ സ്ഥാപകനായ ഗൗതമ ബുദ്ധൻ്റെ ജീവിത കഥകളെ, അതായത് ലൈഫ് സ്റ്റോറീസ്. നമുക്ക് ഓരോരുത്തർക്ക് ലൈഫ് സ്റ്റോറി ഉണ്ട് അല്ലേ? അപ്പം നമ്മുടെ ലൈഫ് സ്റ്റോറി ഒന്നും ഒന്നിലും പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷെ അതുപോലെ തന്നെ ഗൗതമ ബുദ്ധൻ്റെ ലൈഫ് സ്റ്റോറികളെ കുറിച്ചിട്ടാണ് നമ്മുടെ ജാതകാസിൽ പരാമർശിച്ചിട്ടുള്ളത്. അദ്ദേഹം ജ്ഞാനോദയം നേടുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ ജീവിത കഥകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഗൗതമ ബുദ്ധൻ്റെ ലൈഫ് സ്റ്റോറിയാണ്. അതിൽ അദ്ദേഹം ജ്ഞാനോദയം നേടുന്നതിന് മുമ്പുള്ള എല്ലാ ജീവിത കഥകളും ഇതിൽ പരാമർശിച്ചിട്ടുണ്ട്. ഏകദേശം 550ഓളം ബർത്ത് സ്റ്റോറീസ് ഇതിൽ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. എത്രയാണ്? 550ഓളം. അപ്പോൾ ഒന്നുകൂടെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ജാതകാസ്. ബുദ്ധകലയുടെയും സാഹിത്യത്തിൻ്റെയും ഒരു പ്രധാന സംഹിതയാണ് ജാതകാസ്. ഗൗതമ ബുദ്ധൻ ആരാണെന്ന് ടീച്ചർ നേരത്തെ പറഞ്ഞായിരുന്നു. ആരാണ്? ബുദ്ധമതത്തിൻ്റെ സ്ഥാപകൻ. ബുദ്ധമതത്തിൻ്റെ സ്ഥാപകനായ ഗൗതമ ബുദ്ധൻ്റെ ലൈഫ് സ്റ്റോറി, അതായത് ജീവിത കഥകളെയാണ് ഇതിൽ കൂടുതലായിട്ട് എഴുതിയിട്ടുള്ളത്. ഏകദേശം എത്രയാണുള്ളത്? 550ഓളം ലൈഫ് സ്റ്റോറീസ് ആണ് ഗൗതമ ബുദ്ധൻ്റെ ഈ ഒരു ജാതകാസിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ബുദ്ധൻ്റെ മുൻകാല ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ബുദ്ധനെ കുറിച്ച് മനസ്സിലാക്കാനും അദ്ദേഹം എന്തൊക്കെയാണ് നമുക്ക് സംഭാവനകൾ നൽകിയിട്ടുള്ളത് ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈ ജാതകാസിലൂടെ കഴിയുന്നതാണ്. 2 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. ഒന്നാമത്തേത് നമ്മുടെ ഉപനിഷത്ത്, 2 ജാതകാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്താണ് പുരാവസ്തുശാസ്ത്രം? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? പുരാവസ്തുശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മളെല്ലാവരും.
പുരാവസ്തു എന്ന് പറയുമ്പോൾ എന്താണ്? പഴയത്. ഓക്കെ, അതുപോലെ പഴയ കാര്യങ്ങളെക്കുറിച്ച് അല്ലേ, പഴയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ് ഏത്? പുരാവസ്തു ശാസ്ത്രം. അപ്പം എന്താണ് പുരാവസ്തു ശാസ്ത്രം? കഴിഞ്ഞ മനുഷ്യ ജീവിതത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും ഭൗതിക അവശിഷ്ടങ്ങളുടെയും ശേഖരമായുള്ളതിനെയാണ് പുരാവസ്തു ശാസ്ത്രം എന്ന് പറയുന്നത്. പുരാവസ്തു ശാസ്ത്രം എന്ന് പറയുന്നത് കഴിഞ്ഞ മനുഷ്യ ജീവിതത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും ഭൗതിക അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് പുരാവസ്തു ശാസ്ത്രം എന്ന് പറയുന്നത്. ഒന്നുകൂടെ, കഴിഞ്ഞ മനുഷ്യ ജീവിതത്തിൻ്റെയും ഭൗതിക അവശിഷ്ടങ്ങളുടെയും ശാസ്ത്രീയ പഠനമാണ് പുരാവസ്തു ശാസ്ത്രം എന്ന് പറയുന്നത്. ഇതിൽ കുഴിച്ചെടുക്കുന്നതും വലിച്ചെറിയുന്നതുമായ എല്ലാ ഘടകങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അവയെല്ലാം വെച്ച് പഠിക്കുന്നതാണ് പുരാവസ്തു ശാസ്ത്രം എന്ന് പറയുന്നത്. ഒന്നുകൂടെ, എന്താണ് പുരാവസ്തു ശാസ്ത്രം? കഴിഞ്ഞ മനുഷ്യ ജീവിതത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും ഭൗതിക അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് പുരാവസ്തു ശാസ്ത്രം. ഇതിൽ പണ്ടുള്ള ആദ്യകാല ശിലായുധങ്ങൾ മുതൽ ഒക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കുഴിച്ചിടുന്നതും വലിച്ചെറിയുന്നതുമായ എല്ലാ വസ്തുക്കളെയും നമുക്ക് അതിൻ്റെ എത്ര വർഷത്തെ പ്രായമുണ്ട്, അതിന് എത്ര പഴക്കമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുരാവസ്തു ശാസ്ത്ര മേഖലയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്ന ശാഖയാണ് ഏത്? പുരാവസ്തു ശാസ്ത്രം. ഓക്കെ, അപ്പോൾ 3 ക്വസ്റ്റ്യൻ നാം നോക്കി. ലാസ്റ്റ് നോക്കിയത് ഏതാണ്? പുരാവസ്തു ശാസ്ത്രം. ഒന്നാമത്തത് ഉപനിഷത്ത്, 2 ജാതകാസ്, 3 ഉപനിഷത്ത്. അടുത്ത ക്വസ്റ്റ്യൻ കാർബൺ 14. കാർബൺ 14ൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചാണ് നാം ഇനി നോക്കാൻ പോകുന്നത്. എന്താണ് കാർബൺ 14? ഫോസിലുകൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? ഫോസിലുകൾ, ഡൈനോസറിൻ്റെ ഫോസിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? അതുപോലെ കാർബൺ 14 എന്ന് പറയുന്നത് പ്രസിദ്ധമായ ഒരു കാലഗണന രീതിയാണ്. കാർബൺ 14 പ്രസിദ്ധമായ ഒരു കാലഗണന രീതിയാണ് കാർബൺ 14 എന്ന് പറയുന്നത്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റേഡിയോ കാർബൺ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതാണ് കാർബൺ 14. ഫോസിലുകളുടെ കാലപ്പഴക്കം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഹിതയാണ് അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയമാണ് ഏതെന്ന് പറയുന്നത് കാർബൺ 14. കാർബൺ 14 വഴി വുഡും ബോണും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? തടിക്കഷ്ണങ്ങൾ, എല്ലുകൾ, അവയുടെയൊക്കെ പ്രായം മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ കാർബൺ 14 എന്ന് പറയുന്നത് എന്താണ്? വളരെ പ്രസിദ്ധമായ ഒരു കലഗണന രീതിയാണ് നമ്മുടെ കാർബൺ 14. അപ്പോൾ ഇത് വർഷങ്ങൾ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇന്നലെയൊന്നും ഉപയോഗിച്ച് തുടങ്ങിയതല്ല, വർഷങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്നു. ഈ കാർബൺ 14നെ വേറൊരു പേര് കൂടെയുണ്ട്, റേഡിയോ കാർബൺ. കാർബൺ 14ൻ്റെ മറ്റൊരു പേരാണ് റേഡിയോ കാർബൺ. അപ്പം കാർബൺ 14 എന്താണ്? പുരാവസ്തു ഗവേഷകനാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. വേറൊരു പേരുണ്ട്, പറഞ്ഞാട്ടെ, ഏതാണ്? റേഡിയോ കാർബൺ. അപ്പോൾ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏത്? നമ്മുടെ കാർബൺ 14. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ സംഘസാഹിത്യം. എന്താണ് സംഘസാഹിത്യം? എന്താണ് സംഘം ലിറ്ററേച്ചർ? സാഹിത്യം എന്ന് പറയുന്നത് എന്താണ്? ആദ്യകാല തമിഴ് സാഹിത്യത്തെയാണ് സംഘസാഹിത്യം എന്ന് പറയുന്നത്. ആദ്യകാല സംഘസാഹിത്യത്തെയാണ്, തമിഴ് സാഹിത്യത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സംഘസാഹിത്യം എന്ന് വിളിക്കുന്നത്. 300 BCക്കും 300 ADക്കും ഇടയിലുള്ള കാലഘട്ടത്തെയാണ് സംഘസാഹിത്യം എന്ന് വിശേഷിപ്പിക്കുന്നത്. 300 BCക്കും 300 ADക്കും ഇടയിലുള്ള കാലഘട്ടത്തെയാണ് സംഘസാഹിത്യം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ, എന്താണ് സംഘസാഹിത്യം? തമിഴ് സാഹിത്യത്തെയാണ് അല്ലെങ്കിൽ ആദ്യകാല തമിഴ് സാഹിത്യത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സംഘസാഹിത്യം. സംഘസാഹിത്യത്തിലൂടെ ഏതൊക്കെ ഇയറിലാണ് വന്നത്? 300 BCക്കും 300 ADക്കും ഇടയിലുള്ള കാലഘട്ടത്തെയാണ് സംഘസാഹിത്യം എന്ന് വിളിക്കുന്നത്. പ്രധാന സംഘസാഹിത്യ കൃതികൾ ഏതൊക്കെയാണെന്ന് പറയാവോ? ഇന്ന ക്ലാസ്സിലെല്ലാം പഠിച്ചവരാണ്. ഏതൊക്കെയാണ്? ചിലപ്പതികാരം, മണിമേഖല, ഇതൊക്കെയാണ് നമ്മുടെ പ്രധാന സംഘസാഹിത്യങ്ങൾ. ചിലപ്പതികാരം ആരാ എഴുതിയെന്നറിയാവോ? ആരാണ്? ഇളങ്കോവടികൾ. ഇളങ്കോവടികളാണ് ചിലപ്പതികാരത്തിൻ്റെ കർത്താവ്. മണിമേഖല എഴുതിയത് സാത്തനാർ. മണിമേഖല എഴുതിയത് സാത്തനാർ. അപ്പം സംഘസാഹിത്യം എന്ന് പറയുന്നത് ആദ്യകാല തമിഴ് സാഹിത്യത്തെയാണ് സംഘസാഹിത്യം എന്ന് വിളിക്കുന്നത്. BC 300നും BC 300നും AD 300നും ഇടയിലുള്ള കാലഘട്ടത്തെയാണ് സംഘസാഹിത്യം എന്ന് പരാമർശിക്കുന്നത്. അപ്പോൾ പ്രധാന സംഘസാഹിത്യങ്ങൾ ഏതൊക്കെയാണ്? മണിമേഖല,
ചിലപ്പതികാരം. മണിമേഖല എഴുതിയത് സാത്തനാറും ചിലപ്പതികാരം എഴുതിയത് ഇളങ്കോവടികളുമാണ്. അപ്പോൾ നാം ഇന്ന് ഇത്രയും ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 5 ക്വസ്റ്റ്യൻ നാം ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പോൾ ഓരോന്നായിട്ട് എന്ത് ചെയ്യുക, നാം ഇന്ന് വീട്ടിൽ പോയിട്ട് നല്ലപോലെ നോക്കിയതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അതിനെ ക്ലിയർ ചെയ്യാം. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഈ നോട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നതാണ്, പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.